പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായി ചിന്തിപ്പാൻ തുടങ്ങുന്നതിന് മുമ്പായി സാധാരണ പോലെ ഒരു ഗാനത്തിൻ്റെ അടികൾ പാടിക്കൊണ്ട് നമുക്ക് വചനം ശ്രവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടപ്പാടുകളെ ഓർത്തുകൊണ്ട് സ്തോത്രം നമുക്കതിലേക്ക് പ്രവേശിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ കേൾപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. എൻ പാപം പോക്കുവാൻ, എൻ ശാപമകറ്റാൻ നിൻ മഹാസ്നേഹം എത്ര മഹാത്ഭുതം. എൻ പാപം പോക്കുവാൻ, എൻ ശാപമകറ്റാൻ നിൻ മഹാസ്നേഹം എത്ര മഹാത്ഭുതം. ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു നാഥൻ, പ്രാണവേദനയാൽ രക്തം വിയർത്തു. ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു നാഥൻ, പ്രാണവേദനയാൽ രക്തം വിയർത്തു. ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു ദൈവ കുഞ്ഞാടവൻ പാപയാഗമായി. ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു ദൈവ കുഞ്ഞാടവൻ പാപയാഗമായി. ഏതുമില്ലേ എൻ്റെ കഷ്ടങ്ങൾ നാഥ, ഏതുമില്ലേ എൻ്റെ നഷ്ടങ്ങൾ നാഥ, ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. എൻ പാപം പോക്കുവാൻ, എൻ ശാപമകറ്റാൻ നിൻ മഹാസ്നേഹം എത്ര മഹാത്ഭുതം. ക്രൂരരം യൂതർ നാഥന്റെ മേനിയെ തല്ലി തകർത്തു, നിന്നിച്ചു തളർത്തി. മുഖത്തു തുപ്പിയും കന്നത്തടിച്ചും പിടിച്ചെറിഞ്ഞും പരിഹസിച്ചു. ഏതുമില്ലേ എൻ്റെ നിന്ദകൾ നാഥ, ഏതുമില്ലേ എൻ്റെ രോഗങ്ങൾ നാഥ, ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. എൻ പാപം പോക്കുവാൻ, എൻ ശാപമകറ്റാൻ നിൻ മഹാസ്നേഹം എത്ര മഹാത്ഭുതം. ആമേൻ. മുൾക്കിരീടം ശിരസിൽ വച്ചു തറച്ചു, കാൽകരം ക്രൂശതിൽ കാര്യം പാണികൾ. ആഞ്ഞു തറച്ചപ്പോൾ പിടഞ്ഞു നാഥൻ, ചൊരിഞ്ഞ രക്തം വീണ്ടെടുത്തന്നെ. ഏതുമില്ലേ എൻ്റെ ക്ലേശങ്ങൾ നാഥ, ഏതുമില്ലേ എൻ്റെ പ്രശ്നങ്ങൾ നാഥ, ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ. ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ രക്ഷിപ്പാനായി മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് കർത്താവ് അവൻ സഹിച്ച പാടുകൾ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചത്
സ്തോത്രം. നമുക്ക് വേണ്ടിയായിരുന്നല്ലോ ഗതസമന തോണത്തിൽ പ്രാർത്ഥിച്ച നാഥൻ പ്രാണവേദനയാൽ രക്തം വീർത്തതൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ദൈവ കോപാഗ്നിയിൽ വെന്തരിഞ്ഞ കർത്താവ്. സ്തോത്രം. ആ ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി പാപയാഗമായി. ഏതുമില്ലേ എൻ്റെ കഷ്ടങ്ങൾ നാഥ, ഏതുമില്ലേ എൻ്റെ നഷ്ടങ്ങൾ നാഥ, ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ എന്ന ആശയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, പാടുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രൂരരായ യൂദർ നാഥന്റെ മേനിയെ തല്ലി തകർത്ത് നിന്ദിച്ച് തളർത്തി മുഖത്ത് തുപ്പി കന്നത്തടിച്ചു പിടിച്ചെറിഞ്ഞു പരിഹസിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനമായി മുൾക്കിരീടം ശിരസിൽ വെച്ച് തറച്ച് കാൽകരം ക്രൂശതിൽ കാര്യം പണികൾ മൂലം ആഞ്ഞ് തറച്ചപ്പോൾ പിടഞ്ഞ നാഥൻ ചൊരിഞ്ഞ രക്തം, ആ രക്തമാണ് നമ്മെ വീണ്ടെടുത്ത് നമ്മേവരെയും. അപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടതയോ സങ്കടമോ ദുഃഖമോ ക്ലേശമോ വേദനയോ അതൊന്നുമില്ല. കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന് സ്തോത്രം ഈ സമയം ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് ചിന്തിപ്പാൻ അവസരമെടുക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സഭയുടെ ഉൽപ്രാവണം. ആമേൻ. സഭയുടെ ഉൽപ്രാവണം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ആമേൻ പാപികളെ നരവംശത്തെ ഉദ്ധരിക്കുവാനാണ് ആദ്യം ഭൂമിയിലേക്ക് വന്നതെങ്കിൽ തൻ്റെ സഭയെ ചേർക്കുവാനായി ക്രിസ്തു മധ്യാകാശം വെളിപ്പെടും. സഭയെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ കണ്ണുമിക്കുന്നതിനിടയിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് രൂപാന്തര ശരീരികളായി എടുത്തുകൊള്ളപ്പെടുന്ന പ്രക്രിയയാണ് ഉൽപ്രാവണം. ബലം പ്രയോഗിച്ച് മാറ്റുക എന്നർത്ഥമുണ്ട്. ആമേൻ. സഭയുടെ ഉൽപ്രാവണം സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ആമേൻ ഫിലിപ്പിയർ 3-ാം 20-21 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് തൻ്റെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി ആമേൻ പ്രൈസ് ദി ലോർഡ് രൂപാന്തരപ്പെടുത്തും. ഉൽപ്രാവണം എന്നതുകൊണ്ട് വിഷമിക്കുന്നത് ആമേൻ ഉൽപ്രാവണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന അവർണ്ണനീയമായ മാറ്റം. ആമേൻ. കണ്ണിമിക്കുന്നതിനിടെ നമ്മുടെ കാന്തനാം മണവാളന്റെ തിരുസന്നിയിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ് ആമേൻ ഉൽപ്രാവണം കൊണ്ട് സാധ്യമാകുന്നത്. ആമേൻ ക്രിസ്തുവിനോട് സദൃശരായി തീരുക എന്നതാണ്. 1 യോഹന്നാൻ 3-ാം വാക്യത്തിൽ ഈ കാര്യം വ്യക്തമാണ്. ആമേൻ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ആമേൻ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ആമേൻ. ഉൽപ്രാവണം കൊണ്ട് സാധ്യമാകുന്നത് ക്രിസ്തുവിനോട് സദൃശ്യമാകുന്നത് ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരുക എന്നതാണ്. ആമേൻ. 1 യോഹന്നാൻ 3-ാം വാക്യത്തിൽ ഈ കാര്യം വ്യക്തമാണ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആമേൻ. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതെ, ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ സ്തോത്രം ഘോഷങ്ങൾ, പ്രധാന ഘോഷങ്ങൾ. ആമേൻ. സഭയാം മണവാട്ടിയുടെ ഉൽപ്രാവണത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവിങ്കൽ നടക്കുന്ന 3 പ്രധാന സംഭവങ്ങളെ കുറിച്ചാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. 1 തെസ്സലോനി 4:16. ആമേൻ. 1 കർത്താവിൻ്റെ ഗംഭീരനാദം. മണവാട്ടിയെ ചേർക്കാൻ വരുന്ന മണവാളന്റെ ശബ്ദമാണിത്. മണവാളനാം
ക്രിസ്തുയേശുവിൻ്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന ഈ ശബ്ദം കല്ലറകളെ ഭേദിച്ച് ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ മൺമേരായവർ വെൺമേരായിത്തീരുന്നു. ആമീൻ. ക്രിസ്തുവിൻ്റെ ശബ്ദം മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണെന്നും ആമീൻ കല്ലറകളെ ഭേദിക്കുന്നതാണെന്നും അവൻ്റെ ഭൂതല ജീവിതത്തിൽ ജനം അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത് ഹല്ലേലൂയ, ക്രിസ്തു ആമീൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാണവേദനയോട് നിലവിളിച്ചു. ആ നിലവിളിയുടെ ശബ്ദം കല്ലറകളെ പിളർന്ന് വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. യേശു പിന്നെയും നിലവിളിച്ചു, പ്രാണന് വിട്ടു. ആമീൻ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ: എങ്കിൽ മേഘപ്രത്യക്ഷത്തിലെ കർത്താവിൻ്റെ ഗംഭീര ശബ്ദം തന്നിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പിന് നിദാനമാകും. ആമേൻ. സ്തോത്രം. വീണ്ടും പ്രധാന ദൂതന്റെ ശബ്ദം 1 തെസ്സലോനി 4:16 നാം വായിക്കുന്നു. കർത്താവിൻ്റെ ഗംഭീരനാദത്തോടൊപ്പം മുഴങ്ങുന്ന ഒന്നാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ആകാശമണ്ഡലത്തിൽ സിംഹാസനം സ്ഥാപിക്കുന്ന സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെന്നും ആകാശത്തിൻ്റെ അധിപതിയെന്നും അറിയപ്പെടുന്ന പൈശാചിക ഗണങ്ങൾ തൻ്റെ അധീനതയിൽ നിന്ന് എന്നേക്കുമായി മധ്യാകാശത്തിലേക്ക് പറന്നുയരുവാൻ തുടങ്ങുന്ന വിശുദ്ധന്മാരെ ആകാശമണ്ഡലത്തിൽ വെച്ച് തടയുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ള പൈശാചിക ശക്തികളെ തകർത്ത് വിശുദ്ധന്മാരെ കർത്തൃസന്നിധിയിലേക്ക് എത്തിക്കുവാനാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ദൈവത്തിന്റെ കാഹളം. ആമീൻ. 1 തെസ്സലോനി 4:16 നാം വായിക്കുന്നു. ആമീൻ. പഴയ നിയമകാലത്തെ സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു കാഹളം. സംഖ്യാപുസ്തകം 10:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. സൈനിക രംഗങ്ങളിൽ ഇന്നും കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സൈനികർ തങ്ങളായിരിക്കുന്ന കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് മാർച്ച് ചെയ്യുവാനുള്ള സന്നദ്ധതയോടെ അണിയണിയായി നിൽക്കുന്നത് കാണാം. അതേ പ്രകാരം തന്നെ മധ്യാകാശത്തിൽ ധ്വനിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ആരിലെല്ലാം ഉണ്ടോ അവൻ കല്ലറകളിൽ ആയാലും ഭൂമുഖത്തായാലും അവരുടെ എല്ലാം കാതുകളിൽ മുഴങ്ങുകയും അവ ഉയർക്കുകയും രൂപാന്തരം പ്രാപിക്കുകയും ഒരുമിച്ചുകൂടി നിരനിരയായി കർത്താവിനെതിരെ എതിരേൽക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ഇതേപ്പറ്റി യാതൊന്നും അറിയുകയുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും സഭയുടെ ഉൽപ്പാദനത്തിന് ശേഷം സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതോടുകൂടി ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ നിലയിൽ എത്തുന്നതാണ്. ആമീൻ. പൊതുവെ ഒരു അസ്വസ്ഥത ലോകമെങ്ങും വ്യാപിക്കും. 2 പേർ ഒരു കിടക്കമേൽ ആയിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ വയലിലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 34 മുതൽ 36 വരെയുടെ വാക്യങ്ങളിൽ അത് നമുക്ക് വായിപ്പാൻ കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് ഒരു ഭാഗം ജനങ്ങൾ അപ്രത്യക്ഷരാകും. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒട്ടാകെ നടക്കുന്ന ആമേൻ സംഭവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഭൂതലമെങ്ങും ഒരു മൂകത വ്യാപിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മറ്റ് അന്വേഷിച്ച ആളുകൾ പരിഭ്രാന്തരായി ഓടി നടക്കും. എന്നാൽ അധികം താമസിയാതെ ലോകം കാര്യം മനസ്സിലാക്കും. ഹല്ലേലൂയ. കർത്താവ് വരികയും തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുകയും ചെയ്യുമെന്നുള്ള സന്ദേശം ഇന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാതെ ഇരിക്കുന്ന ജനസഞ്ചയം ആ സന്ദേശം സത്യമായിരുന്നു എന്ന് അന്ന് ഗ്രഹിക്കും. ഹല്ലേലൂയ. ഉടനെ ഭൂമിയിൽ മഹോപദ്രവ
ആരംഭിക്കുന്നു. സഭയുടെ ഉൽപ്രാവണത്തിനും ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കുള്ള കാലയളവാണിത്. ഇത് 7 വർഷം നീണ്ടു നിൽക്കും. ഏറ്റവും ദുർഘടവും ഭയാനകവുമായ കാലയളവായിരിക്കും ഇത്. അതേപ്പറ്റി വചനം പറയുന്നത് ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. മത്തായി സുവിശേഷം 21-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:1 അത് നാം വായിക്കുന്നു. കർത്താവിന്റെ മണവാട്ടിയായ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആകാശമണ്ഡലത്തിൽ വാസമുറപ്പിച്ചിരുന്ന സാത്താൻ തൻ്റെ സർവ്വ സൈന്യത്തോടും കൂടെ ഭൂമിയിലേക്ക് തള്ളപ്പെടും. ഇതിങ്കിൽ ആമേൻ ക്രൂദ്ധനായി തീരുന്ന സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങും. ഇതിങ്കൽ സ്വർഗവും അതിൽ വസിക്കുന്നവരും ആനന്ദിക്കും. എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം എന്നാണ് വചനം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12:7 മുതൽ 9 വരെയുള്ള വാക്യവും 12-ാമത്തെ വാക്യവും. ഹല്ലേലൂയ. അന്നാളിൽ ദൈവക്രോധം ചൊരിയപ്പെടും. സഫന്യ പുസ്തകം ആമീൻ 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. സമാധാനം പൂർണ്ണമായും മാറ്റപ്പെടും. വെളിപ്പാട് പുസ്തകം 6:4 ആമീൻ ക്ഷാമം വർദ്ധിക്കുകയും. വെളിപ്പാട് 6:6 ആമീൻ വലിയ സംഹാരമുണ്ടാകും. വെളിപ്പാട് 6:8 ആമീൻ അന്തരീക്ഷം ഭയാനകമായി തീരും. ആമീൻ. വെളിപ്പാട് പുസ്തകം 6:12 മുതൽ 17 വരെയുള്ള വാക്കുകൾ. 1/3 നാശം ഭവിക്കും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം. ആമീൻ ആമീൻ മനുഷ്യന് ഭയങ്കരമായ ദണ്ഡനം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 9:6. വീണ്ടും ആമീൻ സംഹാരം ഉണ്ടാകും. വെളിപ്പാടിന്റെ ആമീൻ 9:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ക്രോധകലശങ്ങൾ ചൊരിയപ്പെടും. വെളിപ്പാട് പുസ്തകം 16 ആമീൻ 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഈ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു രാജാവ് എഴുന്നേറ്റ് ഭരണം നടത്തും. അവനാണ് അന്തിക്രിസ്തു. 7 വർഷം ഭൂമിയുടെ ഭരണത്തിനായി അവൻ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. എല്ലാവിധ സുന്ദര മോഹന വാഗ്ദാനങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ഈ നേതാവിനെ സർവസമ്മതനായി ജനങ്ങൾ അംഗീകരിക്കും. അന്തിക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് വിളംബരം ചെയ്യുന്ന കള്ളപ്രവാചകന്മാർ അന്നുണ്ടായിരിക്കും. അവരുടെ പ്രവർത്തനവും പ്രേരണയും അന്തിക്രിസ്തുവിനെ ആരാധിക്കുവാൻ ജനത്തെ നിർബന്ധിതരാക്കുന്ന നിലയിലായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഉദ്ധാരണത്തിനായി വരുവാനിരിക്കുന്ന മെസ്സിഹയാണ് അന്തിക്രിസ്തു എന്നും അതുകൊണ്ട് എല്ലാവരും തന്നെ ആരാധിക്കണമെന്നും കള്ളപ്രവാചകന്മാർ പ്രേരിപ്പിക്കും. ആമീൻ. സത്യമാകുന്ന ക്രിസ്തുവിന്റെ വചനങ്ങളെ വിശ്വസിക്കാതെ തള്ളിക്കളയുന്ന ആമീൻ ജനങ്ങൾ അന്ന് അന്തിക്രിസ്തുവിന്റെ വാക്കുകളെ വിശ്വസിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വഴിയാകുന്ന യേശുവിനെ പിൻപറ്റുവാൻ കൂട്ടാക്കാത്ത ലോകം അന്ന് അധർമ്മമൂർത്തിയെ അനുഗമിക്കും. ജീവൻ ആകുന്ന ദൈവപുത്രനെ കൈക്കൊള്ളുവാൻ ഇന്ന് മടിക്കുന്ന ജനങ്ങൾ നാശയോഗ്യനും നാശപുത്രനുമായ അന്തിക്രിസ്തുവിനെ സർവാത്മന അംഗീകരിക്കുകയും ചെയ്യും. വഴിയാകുന്ന യേശുവിനെ പിൻപറ്റുവാൻ കൂട്ടാക്കാത്ത ലോകം അന്ന് അധർമ്മമൂർത്തിയെ അനുഗമിക്കും. ജീവനാകുന്ന ദൈവപുത്രനെ കൈക്കൊള്ളുവാൻ ഇന്ന് മടിക്കുന്ന ജനങ്ങൾ നാശയോഗ്യനും നാശപുത്രനുമായ ആമേൻ അന്തിക്രിസ്തുവിനെ സർവാത്മന അംഗീകരിക്കും. ഹല്ലേലൂയ. ആരാധ്യനായ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ താല്പര്യമില്ലാത്ത മാനവകുലം അന്ന് അന്തിക്രിസ്തുവിനെ നമസ്കരിക്കും. ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യം. അന്തിക്രിസ്തു തൻ്റെ ഭരണകാലയളവിലെ ആദ്യത്തെ 3.5 വർഷം കൃത്യമായ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കും. 3.5 വർഷക്കാലത്തിന് ശേഷം ഭരണരീതി അവൻ കൂടുതൽ കർശനമാക്കുകയും ചെയ്യും.
മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുവാൻ സാത്താൻ ജനത്തെ നിർബന്ധിച്ചു തുടങ്ങും. എന്നാൽ ജനത്തിൽ ചിലർ അവനെ നമസ്കരിക്കാതിരിക്കുകയും അവന്റെ മുദ്ര ഏൽക്കാതെയും ആകും. ഇങ്ങനെയുള്ളവരെ ഹല്ലേലൂയ എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ വെട്ടിക്കൊലപ്പെടുത്തുകയും തുടർന്ന് വരുന്ന മഹാപീഡനങ്ങളിൽ പിടിച്ചു നിൽക്കുവാനാവാതെ ഇസ്രായേൽ ജനം കുത്തിവെങ്കിലേക്ക് നോക്കുകയും താങ്കൾ ക്രൂശിച്ച യേശു മാത്രമാണ് രക്ഷകനെന്ന് പറയുന്ന നാൾ വരും. അപ്പോൾ യഹോവയുടെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ ചവിട്ടും, അത് രണ്ടായി കീറിപ്പോകും. ഇത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടമായി മനസ്സിലാക്കുന്ന അതെന്നിവിടെ പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ബാക്കി തുടർന്ന് മൂന്നാം ഭാഗമായിട്ട് നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നാളെ അവസരമെടുക്കും. ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. മുൾക്കിരീടം ശിരസിൽ വെച്ചു തറച്ചു, കാൽകരം ക്രൂശതിൽ കരിരമ്പാണികൾ ആഞ്ഞു തറച്ചപ്പോൾ പിടഞ്ഞു നാഥൻ, ചൊരിഞ്ഞ രക്തം വീണ്ടെടുത്തന്നെ. ഏതുമില്ലേ എൻ്റെ ക്ലേശങ്ങൾ നാഥ, ഏതുമില്ലേ എൻ്റെ പ്രശ്നങ്ങൾ നാഥ, ഏതുമില്ലേ ഞാൻ നിൻ കൃപ മതിയേ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. സഹിച്ച പാടുകൾ ഓർക്കുന്നു നാഥ, കുറ്റങ്ങൾ ചെയ്യാതെ ശിക്ഷ സഹിച്ചു നീ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കുവാൻ, നമ്മെ വീണ്ടെടുപ്പാൻ, നമുക്ക് വേണ്ടി കുറ്റം ചെയ്യാതെ ശിക്ഷ സഹിച്ച കർത്താവിനെ സ്മരിച്ചുകൊണ്ടും അവന്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ കർത്താവേ, അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വരവിൻ്റെ രണ്ടാം ഭാഗമായി ചിന്തിപ്പാൻ സഭയുടെ ഉൽപ്രാപണം എന്നതോടുകൂടി കർത്താവെ വിവരിച്ചതായ കാര്യങ്ങൾ കേട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ. അതിനായി ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഭക്തന്മാരുടെ മാതൃകയും അവരൊക്കെ സഹിച്ച കഷ്ടപ്പാടുകൾ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ, അത് നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ ആമേൻ നമുക്കൊരു നിത്യത നൽകുവാൻ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത് ഓർത്ത് നന്ദിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്താം, സ്തുതിക്കാം, തിരുസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.